വർദ്ധിക്കുന്നു. പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യമുന്നയിച്ച് നാട്ടുകാർ. കൂവപ്പടി പഞ്ചായത്ത് 21-ാം വാർഡിൽ മദ്രസ കവലയ്ക്ക് സമീപത്തെ തോട്ടക്കാട്ടിൽ പാടശേഖരത്തിന് സമീപം മദ്യപാനവും ലഹരി ഉപയോഗവും മാലിന്യം തള്ളുന്നതും പതിവാകുന്നു. കൂടാലപ്പാട് ചർച്ച് റോഡിൽ നിന്നും തോട്ടക്കാട്ടിൽ കുളത്തിലേക്ക് പോകുന്ന തോട്ടുവരമ്പിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പുകളിൽ രാപ്പകലെന്നില്ലാതെ മദ്യപാനവും ചീട്ടുകളിയും ലഹരി ഉപയോഗവും നടക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ഓട്ടോറിക്ഷകളിൽ മദ്യം എത്തിച്ചു നൽകുവാനും ഇടനിലക്കാരുണ്ട്. റോഡിന് സമീപത്തും പറമ്പിലുമെല്ലാം നിരവധി മദ്യക്കുപ്പികളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രികാലങ്ങളിൽ അപരിചിതർ വാഹനങ്ങളിൽ എത്തുകയും വാഹനത്തിലിരുന്ന് മദ്യപിച്ച ശേഷം കുപ്പികൾ വയലിലേക്ക് വലിച്ചെറിയുന്നതും നിത്യസംഭവം. ഉപയോഗശൂന്യമായ ക്ലോസറ്റുകൾ, ഡയപ്പറുകൾ, വീടുകളിൽ നിന്നും കൊണ്ടുവന്നിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ചീഞ്ഞളിഞ്ഞ നിലയിലായതിനാൽ സ്ഥലമുടമകൾക്ക് കൃഷി ഇറക്കുവാൻ പോലും ആകുന്നില്ല. കൂവപ്പടി മദ്രാസ് കവല ലക്ഷ്മി ഭവനിൽ റിട്ടയർഡ് അധ്യാപിക കെ ശാരദ കുഞ്ഞമ്മയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത്. വയലുകളുടെ മധ്യത്തിലൂടെയുള്ള തോട്ടിൽ പായലും മാലിന്യങ്ങളും നിറഞ്ഞ് നീരൊഴുക്ക് തന്നെ ഇല്ലാതായെന്ന് ജി ഹരികുമാർ പറഞ്ഞു. എൻ്റെ കൃഷിയിടമാണ് ഈ കാണുന്നത്. ഞാൻ ഈ നിൽക്കുന്ന കൃഷിയിടത്തിന് തൊട്ട് പിന്നിലായി ഞങ്ങൾക്ക് കരഭൂമിയുണ്ട്. ഇത് പഴയ വയലായിരുന്നു. കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഈ മേഖലയിൽ രാത്രികാലങ്ങളിൽ വ്യാപകമായി മദ്യപന്മാർ അഴിഞ്ഞാടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഞങ്ങളുടെ തൊട്ട് പിന്നാമ്പുറത്തെ കരഭൂമിയിൽ രാത്രി പകലെന്നില്ലാതെ അതിൻ്റെ തൊട്ട് പലയിടങ്ങളിലും തൊട്ടങ്ങേറ്റത്ത് ഏറ്റവും അങ്ങേറ്റത്തൊരു കുളമാണ് തോട്ടക്കാട്ടിൽ കുളം എന്ന് പറയും. ആ കുളത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വരമ്പിൻ്റെ ഭാഗങ്ങളിലുള്ള ഒഴിഞ്ഞ ഇടങ്ങളിൽ എവിടെ നിന്നൊക്കെയുള്ള കുറേ ചെറുപ്പക്കാരുടെ സംഘം വന്നു കൂടി നിരന്തരമായിട്ട് രാത്രി പകലെന്നുള്ള വ്യത്യാസമില്ലാതെ മദ്യപാനവും ചീട്ടുകളിയും, നാട്ടുകാരിൽ പലരും പറയുന്നുണ്ട് കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന്. ഞാൻ ഈ നിൽക്കുന്ന ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന കൂടാലപ്പാട് ചർച്ച് റോഡ്. ഈ ചർച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ എത്തുമ്പോൾ സ്വല്പം വെളിച്ചക്കുറവുള്ള ഇടമാണ്. ആ ഭാഗത്ത് അപരിചിതമായ വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക, അതിനകത്തിരുന്ന് മദ്യപിച്ച ശേഷം കുപ്പികളും മറ്റ് ഒഴിഞ്ഞ കുപ്പികളെല്ലാം ഈ എൻ്റെ പുരയിടത്തിലേക്കാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ വീടുകളിൽ വേണ്ടാത്ത എല്ലാവിധ വൃത്തികേടുകളും അനാവശ്യമായ മലിനമായ വസ്തുക്കളെല്ലാം തന്നെ കൊണ്ടുവന്ന് രാത്രികാലങ്ങളിൽ എവിടെ നിന്നുള്ളവരൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ പലതരത്തിൽ പലരോടും പറഞ്ഞു നോക്കി. പക്ഷേ ഒരു പരിഹാരവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് പോലീസ്, എക്സൈസ്, പഞ്ചായത്ത് ഈ 3 അധികാരികളും കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വ്യാപകമായിട്ട് ഇതിന് എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ജനം അഭിമുഖീകരിക്കുന്നുണ്ട്. പലപ്പോഴും ജനത്തിന് എതിരെ ഭീഷണിയും കയ്യേറ്റ ശ്രമമൊക്കെ നടന്നതായിട്ടും അറിയുന്നുണ്ട്. അടിയന്തര ഇടപെടലാണ് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെല്ലാം വന്ന് അടിയന്തരമായി ഇടപെട്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവരുടെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്നവരെ കയ്യേറ്റം ചെയ്യുവാനും ഭീഷണിപ്പെടുത്തുവാനും ശ്രമമുണ്ടായി. പഞ്ചായത്തിന്റെയും പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.